24 അവേഴ്സ് കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ 14 ജില്ലയും നമുക്ക് ബൈക്കിൽ യാത്ര ചെയ്ത് കവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? വിശ്വാസം വരാത്തവരെന്നെ വിശ്വസിച്ചേ പറ്റൂ. നമ്മൾ ലാസ്റ്റ് ടൈം ഇൻസ്റ്റഗ്രാമിൽ ഒരു ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 20 രാവിലെ 11 മണിക്ക് കാസർഗോഡ് നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് കേരളത്തിലെ 14 ജില്ലയും കവർ ചെയ്ത് ട്രിവാൻഡ്രം എന്ന ജില്ലയിൽ എത്തുമെന്ന് പറഞ്ഞു നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിൽ എത്തുന്ന സമയത്തും ഷോർട്സ് സ്റ്റോറീസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഭയങ്കര ചാലഞ്ചിങ് വീഡിയോ ഒന്നുമല്ല. നമ്മൾ 24 മണിക്കൂർ ഉറങ്ങാതെ യാത്ര ചെയ്യണം, അതാണ് മെയിൻ ചാലഞ്ച്. 3 times 20 minutes വീതം മാത്രം നമ്മൾ റെസ്റ്റ് എടുക്കുക. അപ്രോക്സ് 850 to 900 കിലോമീറ്റർ നമുക്ക് 70 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് സിറ്റിയുടെ ഒരറ്റത്താട്ടോ. കാസർഗോഡ് ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്, കൊച്ചിയിലോട്ടും അതുപോലെ കണ്ണൂരിലോട്ടൊക്കെ. നമുക്ക് അടുത്ത പോകേണ്ട കണ്ണൂരിലേക്കാണ്. അപ്പോൾ കണ്ണൂർ സിറ്റിയിലോട്ട് ഇവിടുന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഈ ബൈക്കിലാട്ടോ യാത്ര ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ സ്പീഡ് കൂട്ടുന്ന കേട്ടോ, നമ്മൾ സ്പീഡിൽ പോകുന്നതല്ല, വീഡിയോ സ്പീഡാക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ല മഴക്കാറുണ്ട്. മഴ പെയ്താലും നമ്മൾ മഴയത്ത് യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെ കേട്ടോ വന്നത്. പിന്നെ നമ്മളിത് ജസ്റ്റ് 24 അവേഴ്സ് കൊണ്ട് 14 ജില്ല കവർ ചെയ്യുന്നത് മാത്രം കേട്ടോ. ഓരോ ജില്ലയിൽ ഇറങ്ങി നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ജസ്റ്റ് യാത്ര ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുക, അതുപോലെ ഉറങ്ങാതെ യാത്ര ചെയ്യുക. അതാണ് ഇതിലെ ചാലഞ്ച്. അപ്പോൾ ഞാനിപ്പോൾ ഉദുമ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല, കാര്യം ഞാൻ വാട്ടർ പ്രൂഫിൻ്റെ പാൻറ്റാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് ഫോണൊന്നും നനയാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ ഇത് ഒരു സിംഗിൾ വീഡിയോ ആട്ടോ, കാര്യം ഇതിന് സെക്കൻഡ് പാർട്ടൊന്നുമില്ല. ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് അങ്ങനെ തുടങ്ങി കേരളത്തിലെ 14 ജില്ല കവർ ചെയ്യുന്നതും ഈ ഒരു സിംഗിൾ വീഡിയോയിൽ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ബീച്ചാട്ടോ. എനിക്ക് ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമയമില്ലല്ലോ. പിന്നെ നല്ല വെയിലുണ്ട്, ഹെവി ലെവലിലാണ്. എൻ്റെ കൈയൊക്കെ ടാൻ അടിച്ച് അങ്ങേയറ്റായിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും റൈഡ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും 100 കിലോമീറ്റർ കഴിയുമ്പോൾ ഞാൻ നല്ലോണം തളരും, അങ്ങേയറ്റം തളരും, നമുക്ക് നിർത്തിയാലോ എന്നൊക്കെ തോന്നും. പക്ഷേ ആ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോയാൽ മതി. ഒരു 150-200 കിലോമീറ്ററൊക്കെ നമ്മൾ കവർ ചെയ്താൽ പിന്നെ അങ്ങ് ശീലമായിക്കോളും. പിന്നെ നമുക്ക് ഈ 850-900 കിലോമീറ്റർ ഈസി ആയിട്ട് പോകാൻ പറ്റും. നമ്മൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കാഞ്ഞങ്ങാട് നീലേശ്വരം ബസ് കേട്ടോ. അപ്പോൾ ഇല്ല, കാഞ്ഞങ്ങാട് നീലേശ്വരം കാസർഗോഡ് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും ഏകദേശം ഡിസ്ട്രിക്റ്റ് എത്താറായിട്ടുണ്ട്. നമ്മളെന്തായാലും കണ്ണൂർ തന്നെ ലാൻഡ്മാർക്കായിട്ട് കൊടുക്കുക. ഗൈസ്, ഞാനിപ്പോൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ലാൻഡ്മാർക്ക് എനിക്ക് സിറ്റിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ആൾക്കാർ അറിയുന്നവർ അത് വെച്ച് മനസ്സിലാക്കുക. ഗൈസ്, നമ്മളിപ്പോൾ രണ്ടാമത്തെ ജില്ല കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഏകദേശം 2.25 മണിക്കൂർ എടുത്തു കേട്ടോ കാസർഗോഡ് സിറ്റിയിൽ നിന്ന് കണ്ണൂർ സിറ്റി വരെ എത്താൻ. പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരു ഷോർട്ട് കട്ട് നോക്കിയതാണ്. ഇനി നമുക്ക് പോകാനുള്ള വയനാട്ടിലേക്കാട്ടോ. വയനാട്ടിലേക്ക് ഞാൻ പോകാൻ നോക്കുന്നത് കുറ്റ്യാടി തൊട്ടിൽപ്പാലം വഴിയാണ് വയനാട്ടിലോട്ട് ചുരം കയറുന്നത്. അപ്പോൾ അത് ആദ്യം നമ്മൾ കോഴിക്കോട് ടച്ച് ചെയ്തതിന് ശേഷമായിരിക്കും വയനാട്ടിലോട്ട് പോകട്ടോ. ഇവിടുന്ന് മാനന്തവാടിക്ക് അപ്രോക്സ് 99 കിലോമീറ്റർ പറയുന്നുണ്ട്. 2 മണിക്കൂർ കൊണ്ട് എത്തുന്നതാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ചുരം കയറി പോകുമ്പോൾ കുറ്റ്യാടി സിറ്റിയിൽ എത്തുമ്പോൾ എന്തായാലും നല്ല ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. മേ ബി ഒരു 2.5-3 മണിക്കൂറൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ ഇത് നല്ല അടിപൊളി റോഡാട്ടോ, വലിയ തിരക്കുമില്ല, അതുപോലെ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാൻ പറ്റും. പകലമൊക്കെയാണ്, രാത്രി പിന്നെ അത്ര വൈബ് ഉണ്ടാവില്ല, വെളിച്ചമൊന്നുമില്ലെങ്കിൽ. ഞാനിപ്പോൾ ഉള്ളത് മേലൂരാട്ടോ. ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു മാഹി. ഞാൻ നേരത്തെ കണ്ടീന് കേട്ടോ, മാഹിന്ന് കണ്ടീന്. പക്ഷേ അന്നപ്പോൾ ഞാൻ നിർത്താണ്ടങ്ങ് പോയില്ല. പിന്നെ തിരിച്ചു വരാനുള്ള കാര്യം എന്താ അറിയോ, ഇതാ സൈഡ് കണ്ടില്ലേ, ഇവിടെ 12 രൂപ കുറവാണ് പെട്രോളിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ടാങ്ക് ഒന്ന് ഫുള്ളാക്കിയിട്ട് പോകാം. കൽപ്പറ്റ എന്തായാലും ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അപ്രോക്സ് ഒരു 5 മണിക്കൊക്കെ നമുക്ക് കൽപ്പറ്റ എത്താൻ പറ്റും. ഗൈസ്, മാഹിന്ന് പെട്രോൾ അടിച്ചപ്പോൾ 12 രൂപയുടെ കുറവാട്ടോ ഉള്ളത് പെർ ലിറ്റർ. ഞാൻ ഏകദേശം 6 ലിറ്ററാണ് അവിടുന്ന് ചെയ്തത്. അപ്പോൾ 72 രൂപ എങ്ങനെയാണ് കുറവുള്ളത്. നമ്മളൊരു ഷാർജ് കുടിച്ചാൽ തീർന്നു. സമയം ഇപ്പം 3:15 കേട്ടോ. ഞാനിപ്പോൾ നിലവിലുള്ളത് കുറ്റ്യാടി തൊട്ടിൽപ്പാലം റൂട്ടിലാട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് വയനാട്ടിലേക്ക് പോകാൻ പറ്റും. കൽപ്പറ്റയ്ക്ക് ഏകദേശം ഒരു 50 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നിലവിലുള്ളത് തിയററ്റിക്കലി നോക്കുമ്പോൾ ഞാൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. പക്ഷേ നമ്മൾ കോഴിക്കോടേക്ക് തിരിച്ചു വരും. വയനാട്ടിൽ പോയതിന് ശേഷം നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് 19.25 മണിക്കൂറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് 11
ഡിസ്ട്രിക്റ്റും കൂടെ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഗൈസ് ഇതിപ്പോൾ കുറ്റ്യാടി ചുരം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഈ ചുരം കയറി എത്തുന്നത് വയനാട്ടിലേക്കാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വഴി ചൂസ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയ റോഡാണ്, പക്ഷെ വലിയ തിരക്കൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല പീസ്. ഇവിടെ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, ഇടവക ആന്ന് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം ജനവാസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെ KSRTC ബസ്സൊക്കെ അവൈലബിൾ ആട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് താമരശ്ശേരി ചുരം കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ഓക്കെയാണ്, വലിയ തിരക്കൊന്നുമില്ല. ഇതിപ്പോൾ മാനന്തവാടിക്കുള്ള ബസ്സാട്ടോ, KSRTC കേട്ടോ. അപ്പോൾ ഈ ചുരം കയറുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള വലിയ ബസ്സിൻ്റെ ഇടയിൽ കുടുങ്ങി പോവുകയാണെങ്കിൽ, ബാക്കിലായി പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് എത്താൻ പറ്റൂല. പിന്നെ ഇവിടേക്ക് വന്ന് വലിയ തിരക്കില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിച്ചങ്ങ് വിടാം. ഗൈസ് നമ്മളങ്ങനെ ഇതാ വയനാട്ടിലേക്ക് കയറാൻ പോവാട്ടോ. കുറ്റ്യാടി ചുരം വഴി ഞാൻ ആദ്യമായിട്ടാണ് വയനാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ല വേ ആട്ടോ, കാര്യം ഇതിൽ വലിയ തിരക്കൊന്നുമില്ല, നല്ല അടിപൊളി ആംബിയൻസ് കിട്ടുന്നൊരു സ്ഥലം കൂടാണ്. നമ്മളങ്ങനെ വയനാട്ടിലെത്തി കേട്ടോ. ഈ താമരശ്ശേരി ചുരം വഴി നമ്മൾ വയനാട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീൽ ഉണ്ടാവും. ഒരു ജില്ല കഴിഞ്ഞ് മറ്റൊരു ജില്ലയിൽ എത്തിയൊരു ഫീൽ ഉണ്ടാവും. ഇവിടെ പക്ഷേ അത്രത്തോളൊന്നും കിട്ടുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രൈവസി അടിപൊളിയാണ്. നമുക്ക് ട്രിപ്പൊക്കെ വരണമെങ്കിൽ പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഓക്കെയാണ്. അങ്ങനെ വെള്ളമുണ്ടെത്തി. ഇനി ഏകദേശം 30 കിലോമീറ്ററും കൂടെ പോയാൽ കൽപ്പറ്റെത്തും. എനിക്ക് ചെറിയൊരു പണി കിട്ടി. എൻ്റെ പവർ ബാങ്കിലത്തെ കംപ്ലീറ്റ് ചാർജും കഴിഞ്ഞു. ഇനി എവിടെയെങ്കിലും ചാർജ് ചെയ്യണം. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നില്ല 24 hours കൊണ്ട് കഴിയുമെന്ന്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, മാക്സിമം നോക്കാം. ഓക്കെ, ഇതില്ല വെള്ളമുണ്ട. ഇപ്പോൾ ടോട്ടൽ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് കാസർഗോഡ് വന്ന്, കാസർഗോഡ് നിന്ന് പിന്നെ വയനാട് എത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു 500 കിലോമീറ്റർ അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ സ്റ്റേയിൽ കുറച്ച് ഫീലായിട്ടുണ്ട്. ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് 13-ാം മൈൽ കേട്ടോ. എങ്ങനെ മനസ്സിലായെന്നല്ലേ, ഇത് ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഞാനിവിടെ ഫസ്റ്റ് ടൈം ആട്ടോ. ഇവിടെ ഇത് ബാണാസുര ഡാമെന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു, എന്താണെന്നൊരു പിടുത്തമില്ല. ഗൈസ് അപ്പോൾ വയനാട്ടിലെത്തിയിട്ട് ഞാൻ മാനന്തവാടിയും കൽപ്പറ്റയും കയറുന്നില്ല. ഞാൻ നേരെ ഇവിടുന്ന് വെള്ളമുണ്ട പടിഞ്ഞാറത്തറ വൈത്തിരി വഴി നേരെ താമരശ്ശേരി ചുരത്തിലോട്ട് പോവാണ്. ഒന്നാമത് നമുക്ക് തീരെ സമയമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 6.5 മണിക്കൂറായി. അതായത് ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഞാൻ രാവിലെ 11 മണിക്ക് കാസർഗോഡ് നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ വൈത്തിരി എത്തും. വൈത്തിരിയിൽ നിന്ന് പിന്നെ നേരെ താമരശ്ശേരി ചുരം വഴി ഉടുങ്ങാക്കാട് നമുക്ക് ഫസ്റ്റ് റെസ്റ്റ് എടുക്കാം. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6:30 ആകുമ്പോൾ നമുക്ക് ഉടുങ്ങാക്കാട് എത്താൻ പറ്റും. അപ്പോൾ എൻ്റെ യാത്രയിൽ ആദ്യത്തെ ബ്രേക്ക് ആട്ടോ ഇത്. അപ്പോൾ ഞാൻ ഏകദേശം 20 മിനിറ്റ് ആയിരുന്നു വിചാരിച്ചത് ബ്രേക്ക് എടുക്കാൻ. പക്ഷേ നമുക്ക് ഫുഡ് കഴിക്കണം, അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എല്ലാം കൂട്ടി എനിക്ക് തോന്നുന്നു ഏകദേശം 35-40 മിനിറ്റ് നമുക്ക് അവിടെ ബ്രേക്ക് എടുക്കാം. എന്നിട്ട് പിന്നെയും നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ താങ്ക് യു, വിസിറ്റ് അഗെയിൻ. ഗൈസ് അപ്പോൾ ഡിസ്ട്രിക്ട് നമ്പർ 4 നമ്മൾ കോഴിക്കോട് എത്തി. സമയം ഇപ്പോൾ ഏകദേശം 6 മണി ആയിട്ടുണ്ട് അപ്രോക്സ്. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 7 മണിക്കൂറായി. 7 മണിക്കൂർ കൊണ്ട് നമ്മൾ 4 ജില്ലയാണ് കവർ ചെയ്തത്. കോഴിക്കോട് എത്തിയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ തൊണ്ടയാട് വരെ എത്തണം, കോഴിക്കോട് വരെ എത്തണം, സിറ്റി വരെ എത്തണം. എന്നിട്ട് അവിടെ നിന്ന് വേണം മലപ്പുറം ഡിസ്ട്രിക്റ്റിലോട്ട് പോകാൻ. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറ്റ്യാടി ചുരവുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ടൂറിസ്റ്റേഴ്സ് കുറവാട്ടോ. രാവിലെയൊക്കെ ഭയങ്കരമായിട്ട് ക്രൗഡ് ഉണ്ടാവലുണ്ട്. എൻ്റെ വീട് ഇവിടെ ഏകദേശം ഒരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലാട്ടോ. നമ്മൾ സ്ഥിരം വരുന്നൊരു ഏരിയയും കൂടാണിത്. ഞാനിപ്പോൾ ഉള്ളത് ഉടുങ്ങാക്കാടാട്ടോ, കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഇവിടെ ഉടുങ്ങാക്കാട് മക്കാമുണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞു. ജമ്മും കിസറും ആക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ, ഒരു 1 അവറോളം ഞാനിവിടെ റെസ്റ്റ് എടുത്തു. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത്, ഇപ്പോൾ സമയം ഏകദേശം 7 മണി ആവാറായിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള സമയം എന്ന് പറയുന്നത് അപ്രോക്സ് 16 മണിക്കൂർ സംതിങ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഗൈസ് നമ്മളങ്ങനെ തൊണ്ടയാട് പാലം എത്തി. ഞാൻ അടിവാരത്തുനിന്ന് ഒടുങ്ങാക്കാട് നിന്ന് നേരെ ആദ്യം താമരശ്ശേരി പിന്നെ മുക്കം വഴിയാട്ടോ കോഴിക്കോടൊക്കെ വന്ന്. അപ്പോൾ എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഒരു മെയിൻ റീസൺ, വലിയൊരു പങ്ക് മുക്കം എന്ന നഗരത്തിനുണ്ട്. അപ്പോൾ പിന്നെ അവിടെ പോയല്ലേ പറ്റൂ. പിന്നെ ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഉള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിലാണ്. നമ്മുടെ 4ാമത്തെ ജില്ല കോഴിക്കോടിൻ്റെ ഒരു മെയിൻ ലാൻഡ്മാർക്കും കൂടെയാണ് ഹൈലൈറ്റ് മാള്. യാത്ര ചെയ്യാനുണ്ടായത് വേറൊരു കാര്യത്തിനാണെങ്കിലും യാത്ര ചെയ്യാനുള്ള ഒരു ഊർജ്ജം, എനർജി കൂടുതലായിട്ട് കിട്ടിയത് ഹൈലൈറ്റ് മാളിൽ വന്നപ്പോഴാണ്. അപ്പോൾ പിന്നെ ഇവിടെ മിസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ പോകുന്നത് 5ാമത്തെ ജില്ല മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് ഞാൻ വിസിറ്റ് ചെയ്യുന്നത് മമ്പുറാട്ടോ, മലപ്പുറം സിറ്റി അല്ല. കാരണം ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയറോളായിട്ട് കൊച്ചിയിലോട്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ തിരിച്ചു വരുമ്പോഴൊക്കെ മമ്പുറത്ത് ഡെയിലി കയറാറുണ്ട്. അപ്പോൾ അതിനൊരു കാര്യമുണ്ട് ഗൈസ്.
മമ്പുറത്തി 5ാമത്തെ ഡിസ്ട്രിക്റ്റാണ്. സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. ഞാൻ പക്ഷേ ഇവിടെ ഏകദേശം ഒരു 9 മണിക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് പോകേണ്ടത് പാലക്കാടേക്കാണ്. ഗൈസ്, അങ്ങനെ സൂര്യൻ്റെ വെളിച്ചമൊക്കെ പോയി. നമ്മളിനി കുറച്ച് ഇരുട്ടിൽ യാത്ര ചെയ്യേണ്ടി വരും. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 100 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് മടുക്കും, മുഷിയും ഈ യാത്ര. പക്ഷേ ഒരു 200-250 കിലോമീറ്റർ ആയാൽ പിന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടും. അപ്പോൾ ഇനി നമ്മൾ ട്രിവാൻഡ്രം എത്താതെ നമ്മൾ ഈ ഒരു മിഷൻ ഒഴിവാക്കില്ല. എന്തായാലും ട്രിവാൻഡ്രം പോയിട്ട് തിരിച്ചു വരും. പിന്നെ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് എന്തുകൊണ്ട് ഞാൻ മമ്പുറം തന്നെ വിസിറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഏകദേശം ഒരു 10-26 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെക്കൻ സ്വദേശി, കേരളത്തിലെ തെക്കൻ സ്വദേശി മമ്പുറത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്ക് എന്തോ ഒരു കാര്യം നടന്നിട്ടുമുണ്ട് ആ സമയത്ത്. അപ്പോൾ അതിന് ശേഷമാണ് ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് മമ്പുറം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-20 വട്ടത്തോളമൊക്കെ അതിന് ശേഷം ഞാൻ പോയിട്ടുണ്ടാകും ഈ ഒരു വർഷത്തിനിടയിൽ. സോ ഇനി നമുക്ക് പോകാനുള്ളത് പാലക്കാട്ടേക്കാട്ടോ. പാലക്കാട് അങ്ങനെ ഒരുപാട് ദൂരമൊന്നുമല്ല. കേരളത്തിൻ്റെ മാപ്പ് നോക്കുന്ന സമയത്ത് പാലക്കാട് എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഇടയിലായിട്ട് പാലക്കാടിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട്. അവിടെയാണ് ശരിക്കും പട്ടാമ്പി, കുമ്പിടി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ വരുന്നത്. സോ പേരിന് വേണ്ടി നമുക്ക് ജസ്റ്റ് പാലക്കാട് ഡിസ്ട്രിക്റ്റ് കവർ ചെയ്തു എന്ന് പറയാൻ നമുക്കിത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ മാത്രമേ പാലക്കാട് വിസിറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പാലക്കാട് സിറ്റിയിലോട്ട് പോകുന്നില്ല കേട്ടോ. ഇത് 3 പാലക്കാട് ജില്ലയുടെ സ്ഥലങ്ങളാട്ടോ: പട്ടാമ്പി, തൃത്താല, കുമ്പിടി. അപ്പോൾ നമുക്ക് ഇതിൽ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ മതി. അപ്പോൾ അടുത്തുള്ള കുമ്പിടിയാണ്. ഞാൻ തൽക്കാലം കുമ്പിടി മാത്രം പോയി ആ വഴിക്ക് തൃശ്ശൂരേക്ക് പോകാൻ നോക്കുക. ഇത് പക്ക ഒരു ഉള്ളേരിയാട്ടോ. കുമ്പിടി പോയിട്ടല്ലേ ഇത് വലിയ ആൾ താമസമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് തോന്നിട്ട്. ഭയങ്കര പാലക്കാട് എൻട്രി കുറച്ച് അഡ്വഞ്ചറാണ് തോന്നുന്നത്. ഈ സ്ഥലം വലിയ പരിചയമൊന്നുമില്ല, ഫോറസ്റ്റൊന്നും എല്ലാം തോന്നുന്നു. ഗൈസ്, സമയം ഇപ്പോൾ 10:59 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പേരിന് വേണമെങ്കിൽ പാലക്കാട് കയറി എന്ന് പറയാം. കാര്യം കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് ഏകദേശം മലപ്പുറം ബോർഡറിൽ തന്നെയാണ്, പക്ഷേ പാലക്കാട് ജില്ലയിലാണ്. നമുക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ആവും. പിന്നെ ഇനി ഇവിടുന്ന് തൃശ്ശൂർക്ക് കുറേ പോയിന്റ് കേട്ടോ. ഹൈവേ തന്നെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയായിരിക്കും. തൃശ്ശൂരല്ല, നമ്മൾ മെയിനായിട്ട് ചാവക്കാടോ അങ്ങനെ ഏതെങ്കിലും സ്ഥലമായിരിക്കും എടുക്കുക. കാര്യം തൃശ്ശൂർ റോഡ് കുറച്ച് മോശമാണ്, പിന്നെ കുറച്ചും കൂടെ ദൂരമുണ്ട്. 24 hours കയറാൻ പറ്റുമെന്നുള്ളത് തോന്നുന്നില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ പാലക്കാടുള്ള കുമ്പിടി എന്ന സ്ഥലത്ത് നിന്ന് നേരെ മലപ്പുറം ജില്ലയിലോട്ട് തന്നെ ഇറങ്ങി. ഇനി നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് തൃശ്ശൂർക്കാട്ടോ. തൃശ്ശൂർ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ചാവക്കാട് എന്ന സ്ഥലം കേട്ടോ. ചാവക്കാടാണ് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം കൂടാണ്, ബീച്ച് സൈഡാണ്. ഇനി നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടത് ഏകദേശം 8 ജില്ലയാട്ടോ. നമ്മളിപ്പോൾ 6 ജില്ല മാത്രമേ കവർ ചെയ്തുള്ളൂ. ഇനി 8 ജില്ല നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള അടുത്തടുത്തുള്ള ജില്ലകളാണ്. അതുപോലെ തന്നെ രാത്രിയാണ്, ഓവർ ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ബാക്കിയുള്ള ജില്ല കവർ ചെയ്യാൻ പറ്റും. ഗൈസ്, അങ്ങനെ നമ്മുടെ 8ാമത്തെ ജില്ല ചാവക്കാട്, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന സ്ഥലം. ഇത് ചാവക്കാട് ബസ് ടെർമിനലാണ്. അപ്പോൾ സമയം ഏകദേശം 12:15 നമ്മൾ 10 മണിക്കായിരുന്നു മമ്പുറത്തുനിന്ന് വീഡിയോ എടുത്തത്. 12:15 അത് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ കവർ ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ കയറാൻ പോകുന്നത് എറണാകുളത്തേക്കാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, രാത്രി ആകുമ്പോൾ നമുക്ക് ട്രാഫിക് ഇല്ലാത്തതിനെ കൊണ്ട് സുഖമായിട്ട് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇത് വണ്ടിക്ക് വെളിച്ചമുണ്ട് കേട്ടോ, പക്ഷേ ഇത് ക്യാമറയിൽ കാണാത്തതുകൊണ്ടാണ്. 42, 43 അങ്ങനെ ആ സ്പീഡേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 1:15 നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിൽ കയറി. ഗൈസ്, സമയം ഏകദേശം 1:51 ആയിട്ടോ. നമ്മളിപ്പോൾ എടപ്പള്ളി സിഗ്നൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് ഇടുക്കിയിലേക്ക് പോവാം. ഗൈസ്, ഇനി നമുക്ക് പോകേണ്ടത് തൊടുപുഴയിലേക്കാണ്, ഇടുക്കിയിലേക്കാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ 55 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പിന്നെ അപ്രോക്സ് ഏകദേശം ഒരു 1.25 മണിക്കൂർ മതി. നമ്മുടെ സമയം നോക്കുമ്പോൾ അപ്രോക്സ് ഒരു 3:15 ആകുമ്പോൾ നമുക്ക് തൊടുപുഴ എത്താൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് നേരെ മൂവാറ്റുപുഴ പോവുക, മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴ പോവുക. ഇപ്പോൾ പുഴകളാണല്ലോ, എന്തായാലും പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ
ഗസ്റ്റ് യാത്ര അങ്ങനെ ഒരുപാട് വിഷ്വൽസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എടുത്താലും ക്വാളിറ്റി കണ്ടല്ലോ ഈ ഒരു സൈസിലേ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് അങ്ങനെ ചെയ്യാത്തത്. ഇപ്പോൾ നമ്മൾ എടപ്പള്ളി ആയിട്ടുള്ളത്. എടപ്പള്ളി കണ്ടല്ലോ, CBC, അതുപോലെ ഈസ്റ്റേൺ, AGD, ഇങ്ങനെയൊക്കെ ഇത് നമുക്ക് കിട്ടുന്നുള്ളൂ. ഇത് കുറച്ചുകൂടെ റൂറൽ ഏരിയയിലെത്തിയ ഈ ഒരു വിഷ്വൽസ് പോലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ടൈമും ഈ ഒരു ഐറ്റിനറിയും മാത്രമായിട്ട് കാണിക്കുന്നത്. നമ്മൾ മൂവാറ്റുപുഴയ്ക്കുള്ള റൂട്ടിൻ്റെ ഇത് പക്ക അബദ്ധം കേട്ടോ. അബദ്ധം മീൻസ് റോഡിന് കുഴപ്പമൊന്നുമില്ല, റോഡൊക്കെ പെർഫെക്റ്റാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഏരിയയിലൊന്നും ആൾക്കാരില്ല, ആളും മനുഷ്യനും ഇല്ല. സമയം ഇപ്പോൾ ഏകദേശം 3 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ തൊടുപുഴയ്ക്ക് പോകണം. അപ്രോക്സ് ഒരു 20 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഏകദേശം 27 മിനിറ്റ് കൊണ്ട് എടുത്തെന്നാണ് പറയുന്നത്. നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് നോക്കിയപ്പോൾ 3:15 എത്തുന്നതായിരുന്നു പറഞ്ഞത്. കുറച്ച് സമയം ഡിലേ ആയി. വേറൊന്നുമല്ല, നമുക്ക് മാപ്പ് കറക്റ്റ് കിട്ടിയിട്ടില്ല, അതായിരുന്നു. എന്തായാലും നമുക്കിനി പോയി നോക്കാം, തൊടുപുഴ പോയി നോക്കാം. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 3:38 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം 8.5 മണിക്കൂറും കൂടെ ബാക്കിയുണ്ട്. അപ്രോക്സ് 8:30 ആണെന്ന് തോന്നുന്നു. 8:30 ഉണ്ടോ? അല്ല, 7.5 മണിക്കൂറും കൂടെ ബാക്കിയുണ്ട്. 9 ഡിസ്ട്രിക്റ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാനുള്ളത് തൊടുപുഴ കേട്ടോ. തൊടുപുഴ സിറ്റി തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ കോട്ടയത്തേക്ക് പോവുക. കോട്ടയം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ പോകുന്നത് തിരുവല്ല കേട്ടോ. തിരുവല്ല കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആലപ്പുഴയ്ക്ക് പോകും. ആലപ്പുഴ ജില്ലയിൽ നമ്മൾ പോകുന്നത് കായംകുളമാണ്. പിന്നെ നേരെ കൊല്ലം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഓച്ചിറ, കരുനാഗപ്പള്ളി, പിന്നെ കൊല്ലം, പിന്നെ ട്രിവാൻഡ്രം. ഓക്കെ, 7.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഗായ്സ്, നമ്മളിപ്പോൾ പാലം എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ അപ്രോക്സ് 4:15 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം നമ്മൾ ഓടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടയം ഡിസ്ട്രിക്റ്റ് എൻ്ററായി. 10ാമത്തെ ജില്ല നമുക്ക് കയറാൻ പറ്റി. 4:15 ആയിട്ടേ ഉള്ളൂ. ബാക്കി വരുന്ന 4 ജില്ല കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും. കോട്ടയം എത്തണം കേട്ടോ. ആദ്യം കോട്ടയം എത്തിയതിന് ശേഷം തിരുവല്ല, അതുപോലെ തന്നെ കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി, കൊല്ലം, ട്രിവാൻഡ്രം, അത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തണുപ്പത്തും കൂടെ അല്ലേ യാത്ര ചെയ്യുന്നത്. ബൈക്കിൽ സ്പീഡ് പോവുകയും കൂടി ചെയ്താൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, മരവിക്കുന്നുണ്ട് കൈ. പിന്നെ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. 4:15 കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇത് തീർക്കണം. കോട്ടയത്ത് ഞാനിത് 3rd ടൈം ആട്ടോ വരുന്നത്. 3ാമത്തെ വട്ടമാണ് കോട്ടയത്ത് വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഫസ്റ്റ് കോട്ടയം സിറ്റിയിൽ വന്നിട്ടുണ്ട് ഒരാവശ്യത്തിന് വേണ്ടി. പിന്നെ ഞാൻ കാഞ്ഞിരപ്പള്ളി ഒരാവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാലയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. പാലയിലായിരുന്നു ഒന്ന് സ്റ്റേ ചെയ്തൊക്കെ. അപ്പോൾ ഇത് 3rd ടൈം ആട്ടോ വരുന്നത്. അപ്പോൾ കോട്ടയം ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് അത്യാവശ്യം എന്താ പറയുക, മോശം അനുഭവം ഒട്ടും ഇല്ലാത്ത ഒരു ജില്ലയും കൂടാണ്. പക്ഷേ തൃശ്ശൂർ, കൊല്ലം എനിക്ക് കുറച്ച് മോശം അനുഭവങ്ങൾ സമ്മാനിച്ച ജില്ലകളാണ്. തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ സെയിം ബൈക്ക് ആക്സിഡൻ്റ് ആയത്. അപ്പോൾ അന്നാണ് ശരിക്കും എൻ്റെ മാനസിക താളം തെറ്റൽ സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ പിന്നെ അങ്ങോട്ട് മനസ്സിലായി ആ ആക്സിഡൻ്റ് ആയതൊക്കെ നല്ലതാണ്. പിന്നെ കുറച്ചുകൂടെ ഒരു തിരിച്ചറിവിനൊക്കെ പറ്റിയൊരു ഇതാണെന്ന്. നമ്മളിത് ആ പാലയിലെത്തിയിട്ടോ, പാല് ജംഗ്ഷനിലെത്തി. ഇവിടെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇതുപോലെ തന്നെ ഒരു 4 മണിക്ക് എത്തിയിട്ടുണ്ട്. 2024 നവംബർ 19-നാണെന്ന് തോന്നുന്നു, നവംബർ 20-നാണെന്ന് തോന്നുന്നു. അന്ന് ഞങ്ങൾ ഇവിടെ ഒരു ലോഡ്ജിൽ സ്റ്റേ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്രോക്സ് കോട്ടയത്ത് എത്തി കേട്ടോ. ഇപ്പോൾ നേരെ ഇവിടുന്ന് തിരുവല്ല പോയാൽ മതി. നമ്മൾ ഇവിടുന്ന് ഇവിടെ ഇറങ്ങുന്നൊന്നുമില്ല. ഗൈസ്, നമ്മളിങ്ങനെ ഇതാ കോട്ടയത്തിൻ്റെ മെയിൻ ലാൻഡ്മാർക്കിലെത്തി. ഇതാ വട്ടക്കമ്പില്ലേ അവിടെ. ഗൈസ്, ഞാനിവിടെ ഒന്ന് നിസ്കരിക്കാൻ കയറി കേട്ടോ. ഏകദേശം 5 മണിയായി. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഒരാരും വന്നിട്ടൊന്നുമില്ല. സമയം ഏകദേശം 5:30-5:45 ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ നല്ലോണം ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച്, കാപ്പിയും കടിയും കൂടെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. കാപ്പി കുടിച്ചാൽ ഉറക്കം വരില്ല എന്ന് എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ 11ാമത്തെ ജില്ല പത്തനംതിട്ട എത്തി. ഇപ്പോൾ സമയം ഏകദേശം 6:15 ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത് പോകേണ്ടത് കായംകുളത്തേക്ക് കേട്ടോ. കൊല്ലമല്ല, ആലപ്പുഴ. അപ്പോൾ കായംകുളത്തേക്ക് ഇവിടെ ഏകദേശം 28 കിലോമീറ്ററാണുള്ളത്. മേ ബി ചിലപ്പോൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. പിന്നെ അവിടുന്ന് കൊല്ലമാണെങ്കിലും വലിയ ദൂരമില്ല. ട്രിവാൻഡ്രം എത്തുമ്പോഴേക്കും കുറച്ചും കൂടെ
കഴിയും. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തേക്ക് ഏകദേശം 120 കിലോമീറ്റർ അടുപ്പിച്ച് ദൂരമുണ്ട് ഇപ്പോൾ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യം നമുക്ക് 11 മണി വരെ സമയമുണ്ട്. ഇപ്പോൾ 6:15 ഉള്ളൂ. മേ ബി 24 hours കൊണ്ട് കംപ്ലീറ്റ് ജില്ലയും കവർ ചെയ്യാൻ പറ്റും. ഗൈസ്, ഇത് 360 ക്യാമറയുടെ തിരുവല്ല സിറ്റിയുടെ വീഡിയോ ആട്ടോ. നമ്മൾ ലാസ്റ്റ് 360 ക്യാമറയിൽ വീഡിയോ എടുത്തത് വയനാട്ടിൽ നിന്നാട്ടോ, 3ാമത്തെ ജില്ലയിൽ നിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം 7 ജില്ല കഴിഞ്ഞപ്പോഴാണ് പിന്നെ വെളിച്ചം വന്ന്, അതായത് പത്തനംതിട്ട എത്തിയ സമയത്ത്. പിന്നെ ഇതായിരുന്നു പൃഥ്വിരാജും ദിലീപും പണ്ട് ഇനാഗുറേഷൻ ചെയ്ത ബിൽഡിങ്, കല്യാൺ ജൂവലേഴ്സും സിൽക്സും. അതും തിരുവല്ലയിലാണ്. ഗൈസ്, ഇവിടെ മാവേലിക്കര എത്താറായിട്ടുണ്ട്. അതായത് 12ാമത്തെ ജില്ല ആലപ്പുഴ എത്താറായിട്ടുണ്ട്. പക്ഷേ അവർക്ക് നോക്കിയിട്ടൊരു രക്ഷയില്ല. ഞാൻ തൽക്കാലം ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാ. ഇത് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചുമ്മിപ്പോവുക. നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങൂലേ മറ്റേ ആ ഒരു ബേസിൽ. അപ്പോൾ അത് ഭയങ്കര ടാസ്ക്കാണ്, ഡേഞ്ചറാണ്. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. സമയം ഡിക്കുമെന്ന് മിക്കവാറും എന്തായാലും കവർ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. 24 hours 14 ജില്ല. ഗൈസ്, മാവേലിക്കര, അതായത് നമ്മൾ ഇവിടെ എൻ്റർ ആയിട്ടോ. എൻ്റെ പേരെന്തായിരുന്നു? ആലപ്പുഴ, 12ാമത്തെ ജില്ല. ആലപ്പുഴയിൽ നമ്മൾ കയറിയിട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ കായംകുളം പോവാം. കായംകുളത്ത് നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ട്രിവാൻഡ്രം വരെ. ഓക്കെ, അങ്ങനെ കൊല്ലം ട്രിവാൻഡ്രം കൂടെ കവറാകും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ റൈഡ് ഏകദേശം 20 മണിക്കൂറായിട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 7 മണി ആവാറായിട്ടുണ്ട്. ഇപ്പം നമ്മളുള്ളത് 12ാമത്തെ ജില്ല ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ അതിൻ്റെ സൗത്ത് പാർട്ടിലാണ് കേട്ടോ. മാവേലിക്കര കഴിഞ്ഞാൽ കായംകുളം കഴിഞ്ഞാൽ പിന്നെ കൊല്ലം കയറും. അപ്പോൾ ഇതിൽ എൻ്റെ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ 20 മണിക്കൂറും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ റൈഡ് ചെയ്തതാണ്. അതുപോലെ റെസ്റ്റ് എടുത്തതാകെ എനിക്ക് തോന്നുന്നത് 3/4 മണിക്കൂറല്ല, ഒരു 50 മിനിറ്റ് മാത്രമേ നമ്മൾ റെസ്റ്റ് എടുത്തുള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ ബൈക്ക് ഓടിച്ച് തന്നെയാണ്. അത് മാത്രമാണ് നമുക്കിപ്പോൾ ചാലഞ്ചായിട്ട് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഇതിനേക്കാൾ സ്പീഡിൽ പോകുന്ന എത്രയോ KSRTC ഡ്രൈവേഴ്സ് വരെ നമ്മുടെ ഇതിലുണ്ട്. ഗൈസ്, നമ്മുടെ 13ാമത്തെ ജില്ല കൊല്ലം കയറാൻ പോവാട്ടോ. എൻ്റെ നാട്ടിലൊക്കെ പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, ഒരു കൊല്ലംകാരനെ കണ്ടാലും പാമ്പിനെ കണ്ടാലും ആദ്യം കൊല്ലംകാരനെ കൊല്ലണം എന്നൊക്കെ. പക്ഷേ എൻ്റെ മനസ്സ് അതിനൊട്ടും സമ്മതിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കൊല്ലം വരെ എത്തിയതാണ്, ഒന്ന് ലീഗലായിട്ട് മൂവ് ചെയ്താലോ എന്ന് ആലോചിച്ച്. പക്ഷേ എൻ്റെ മനസ്സ് അതിന് സമ്മതിച്ചില്ല. നീ ചെയ്യരുത്, ഫൊർഗീവ്, അസ്സബ്റു നിസ്ബുൽ ഈമാൻ, നീ വിതച്ചതേ നീ കൊഴിയൂ, നീ വിതച്ചത് എന്തായാലും നീ കൊയ്തേ തീരൂ. അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല ഓർമ്മകളുണ്ടായിരുന്നു എനിക്കിവിടെ. ഗൈസ്, നമ്മളങ്ങനെ ഓച്ചിറ എത്തിയിട്ടോ. ഓച്ചിറ കൊല്ലം സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഓച്ചിറ എനിക്ക് കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ. ആ സമയത്തൊന്നും ഞാൻ ഈ ഏരിയയിലേക്ക് പോലും വരാറില്ലായിരുന്നു, ഈ കൊല്ലം സൈഡിലോട്ടൊന്നും. കാര്യം അപ്പോഴത്തേക്കും ഈ പ്രോക്സിമിറ്റി ഭയങ്കരമായിട്ട് സീനാവും, എന്നിട്ട് ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ പോകും. അങ്ങനെയൊക്കെയുള്ള കുറേ കോമഡി ഉണ്ടായിരുന്നു കുറേ മുമ്പ്. പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ വലിയ സീനൊന്നുമില്ല. ഞാൻ സെക്കൻഡ് ടൈം ആട്ടോ ഓച്ചിറ വരുന്നത്. അതാണ് സെക്കൻഡ് ടൈം ഓക്കെയാണ്, ഇപ്പോൾ വലിയ കുഴപ്പമില്ല, സെറ്റാണ്. അപ്പോൾ ഈ ഓച്ചിറ എന്ന് പറയുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 7:35 ആയിട്ടുണ്ട്. നമുക്കിനി ഏകദേശം 3.25 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ അടുത്ത് സമയമുണ്ട് 11 മണിക്ക് ആവാൻ. അതായത് നമ്മുടെ 24 മണിക്കൂർ കംപ്ലീറ്റ് ആവാൻ. നമ്മളിപ്പോൾ ഏകദേശം 13 ഡിസ്ട്രിക്റ്റ് കവർ ചെയ്തു കേട്ടോ. കേരളത്തിലെ 13 ജില്ലകൾ നമ്മൾ കവർ ചെയ്തു. ഒറ്റ ജില്ലയും കൂടെ കവർ ചെയ്താൽ നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആവും. അതായത് 14 ഡിസ്ട്രിക്റ്റ് 24 hours പോസിബിൾ ആവും. അപ്പോൾ ഇത് ട്രിവാൻഡ്രം എത്താൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ട്രിവാൻഡ്രം എന്താ പറയുക സിറ്റിയിലോട്ട് ചിലപ്പോൾ ട്രാഫിക് ജാം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ട്രിവാൻഡ്രം ജില്ല കവർ ചെയ്യും. വർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് കരുനാഗപ്പള്ളിക്ക് കേട്ടോ. ഓച്ചിറ ടു കരുനാഗപ്പള്ളി ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. കരുനാഗപ്പള്ളി ഒരു അടിപൊളി മസ്ജിദ് കണ്ടിട്ടുണ്ട്, ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു താജ്മഹൽ ഡിസൈനിൽ ഒരു അടിപൊളി മസ്ജിദ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇവിടെ റോഡ് അത്ര പോരാ കേട്ടോ. നമ്മൾ മലബാർ തന്നെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കുന്നത്. ഗൈസ്, ഈ റൈറ്റ് സൈഡുള്ള പള്ളി നോക്കേ, കണ്ടില്ലേ? ഏകദേശം ലുക്ക് ലൈക്ക് താജ്മഹൽ പോലെ തന്നെയാണ്. പക്ഷേ താജ്മഹലിനൊരു പ്രശ്നമുണ്ട്, 4 സൈഡിൽ നോക്കുന്നവരെ സെയിം വ്യൂ ആണ്. പക്ഷേ ഇതിന് 2 സൈഡിൽ നോക്കുന്നവരെ സെയിം വ്യൂ കിട്ടുന്നുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു നിർമ്മിതിയാണ്.
ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കൊല്ലം സിറ്റിയിലേക്കാട്ടോ. ചിന്നക്കട ജംഗ്ഷനൊക്കെ കാണണമെന്നുണ്ട്, പക്ഷേ ചിലപ്പോഴേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. സിറ്റിക്ക് അകത്ത് കയറിയാൽ കുറേ സമയം എടുക്കും ഇനി പുറത്തിറങ്ങാൻ. കൊല്ലം സിറ്റി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വർക്കല ബീച്ചിലേക്കാണ് പോവുക. സോ എന്തായാലും ടോട്ടൽ ഏകദേശം ഒരു 47 to 50 കിലോമീറ്റർ ഇനി റൺ ചെയ്യാനുള്ളൂ. 2.5 മണിക്കൂർ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് 24 hours കൊണ്ട് കേരളത്തിലെ 14 ജില്ലയും കവർ ചെയ്യാൻ പറ്റും. ഇത് കൊല്ലം പാലാണോ? ഇതേത് സ്ഥലം? പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. ഈ കൊല്ലം കൊച്ചി ഏകദേശം കടൽ കൊണ്ട്, ഉൾക്കടൽ കൊണ്ട് എന്തോ ഒരു സംഭവം ഉണ്ട് ഗൈസ്. വെയിൽ പിന്നെയും തുടങ്ങിയിട്ടോ. നമുക്കിതിന് മുമ്പ് വെയിൽ കിട്ടിയത് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്നാണ് പെരും വെയിൽ വന്ന്. അപ്പോൾ ഇനിയും ടാൻ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ കുറച്ച് ചൂട് കൂടുതലാട്ടോ മലബാറിൽ, പക്ഷെ എത്ര ചൂടില്ല, കുറച്ച് കുറവാണ് ഗൈസ്. അടുത്ത പാലം വന്നു കേട്ടോ. ഇപ്പം നമുക്ക് പീസായിട്ട് യാത്ര ചെയ്യാം കേട്ടോ. കാര്യം സക്സസ് കണ്ടാൽ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് പോയാൽ മതി. ഒരു 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 കൂൾ മൈൻഡ് ഗൈസ്. ട്രാഫിക് ജാം. ലക്ഷ്യം തെറ്റുമോ? സക്സസ് ആവൂലേ? അപ്പോൾ ഇത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ആട്ടോ. 24 hours കൊണ്ട് ഞാൻ കേരളത്തിലെ 14 ജില്ലയും ബൈക്കിൽ തന്നെ കവർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞാനിപ്പോൾ ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുന്ന വർക്കല ബീച്ചാണ്. ഏകദേശം കൊല്ലം ഡിസ്ട്രിക്റ്റിന് ബോർഡറാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. പക്ഷെ എന്നാലും ടാർഗറ്റ് ഒന്നുമില്ല. ഞാൻ ഈ 360 ക്യാമറ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക, ഈ സ്റ്റിക്ക് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല. ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ കുടുക്കി വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. റൈഡ് ചെയ്യുമ്പോൾ ഇത് നേരെ എൻ്റെ മുകളിൽ വരും. ഈ ഷാഡോ കാണാൻ പറ്റും, പക്ഷേ ക്യാമറയിൽ കാണാൻ പറ്റില്ല. ഗൈസ് ഇത് ട്രിവാൻഡ്രം ജില്ലയിലാട്ടോ. ഈ വർക്കലയിൽ ഇപ്പോൾ ഉള്ള ചില ഭാഗങ്ങളൊക്കെ ഒരു സമയത്ത് കൊല്ലം ജില്ലയിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഈ ട്രിവാൻഡ്രം ജില്ല ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഇത് അത്യാവശ്യം നല്ല അടിപൊളി വിഷ്വൽസാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലൊക്കെ നമുക്ക് നല്ലോണം കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പാരിപ്പള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാട്ടോ, ഒരു ടൗണിൽ നിന്നാണ് ഞാനിങ്ങോട്ട് വർക്കല ബീച്ചിലോട്ട് വന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട് ബീച്ചിലോട്ട്. ഇപ്പോൾ കുറച്ചധികം ദൂരമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഇത് യാത്ര ചെയ്യാൻ അടിപൊളിയാണ്. നല്ല ഹോട്ടാട്ടോ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ആളയംകുന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇതാ സമയം ഇപ്പോൾ ഏകദേശം 10:35 ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കല നഗരസഭയിലാട്ടോ. നമ്മൾ 23 hours അരമണിക്കൂർ കൊണ്ട് നമുക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 14 ഡിസ്ട്രിക്റ്റ് 24 hours കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ബൈക്ക്. ഗൈസ് നേരത്തെ ക്യാമറ ഓഫായി പോയിട്ടോ. പിന്നെ എൻ്റെ പവർ ബാങ്കിലൊന്നും ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു റൂം എടുത്താണ്, ഒന്ന് ഫ്രഷ് ആവാനും പിന്നെ ക്യാമറയൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനൊക്കെ. ഞാനിപ്പോൾ ഉള്ളത് പാരിപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. വർക്കലിൽ നിന്ന് ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്നു. വർക്കലൊക്കെ റൂമിന് ഭയങ്കര റേറ്റ്, അതുകൊണ്ട് ഇവിടെ പാരിപ്പള്ളിയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 500-600 ആ റേഞ്ചിൽ കിട്ടും. അവിടെ നോക്കുമ്പോൾ 1200, 1500 അങ്ങനെയൊക്കെയാണ് വരുന്നത്. നോക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം മതി, നാളെ കൊച്ചിക്ക് പോവുകയും വേണമല്ലോ. ഇതിപ്പോൾ കണ്ടില്ല, ഈ ലൊക്കേഷനൊന്നും എനിക്ക് യാതൊരു പരിചയമില്ല കേട്ടോ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ദുബായ് മാൾ എന്നൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇത് സ്ട്രെയിറ്റ് അങ്ങ് വിട്ടാൽ കൊല്ലം എത്തും, കരുനാഗപ്പള്ളി എത്തും, പിന്നെ ഓച്ചിറ എത്തും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എത്തുക. ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ യാത്രയുടെ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ തരാം. ഇപ്പോൾ എൻ്റെ യാത്രയിൽ വന്ന എക്സ്പെൻസസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഫ്യൂൽ കോസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. എൻ്റെ ബൈക്ക് R15 V4 ആട്ടോ. V4 150cc ആണ്. കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്ന ഒരു ബൈക്കായിരുന്നു. അതിന് പോയ ഊരവേദനയാവും, അതുപോലെ കുതിര വണ്ടി ആർക്കും കയറാൻ പറ്റൂല, അങ്ങനെ ഭയങ്കരമായിട്ട് പുച്ഛിക്കലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ ഏകദേശം 950 കിലോമീറ്റർ ആ ബൈക്കിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ബൈക്കിനും യാതൊരു കുഴപ്പമില്ല, എനിക്കും യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ബാക്ക് പെയിനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തില്ല. ചന്തി ഭയങ്കര സീനാവും കേട്ടോ. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല, അതെവിടെ ആണെങ്കിലും അങ്ങനെയാണല്ലോ. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്.
എനിക്ക് ഏകദേശം 2000 രൂപയുടെ ഫ്യൂൽ കേട്ടോ വന്ന്. 2000 രൂപയുടെ ഫ്യൂൽ എന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു 1000 കിലോമീറ്റർ അടുപ്പിച്ചൊക്കെ എനിക്ക് മൈലേജ് കിട്ടാറുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ബൈക്ക് അടിപൊളിയാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ നെഗറ്റീവ് പറഞ്ഞാലും എനിക്കിത് ഒഴിവാക്കാൻ പറ്റൂല, അത്രക്കും അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.